ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ TVS ഒരു ഇലക്ട്രിക് ഓട്ടോയാണ്. രൂപയായിട്ടുണ്ടാവും 3,40,000. എഴുതിയായിരുന്നു കേട്ടോ, കണ്ടോ നമ്പർ പ്ലേറ്റും പിന്നെ അതേപോലെ മേളിൽ മറ്റേ സ്റ്റിക്കർ റെക്സിൻ്റെ ഇവിടെയൊക്കെ ഒരു ക്രോം പോലെ ആയിരുന്നു വന്നത്, ഇപ്പോൾ ബ്ലാക്ക് ആണ്. നമ്മൾ അത്യാവശ്യം റെക്സ് മാർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. എത്ര രൂപയായിട്ടുണ്ടാവും ചേട്ടാ ഇത് രണ്ടും കൂടി? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ TVS ഒരു ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. രൂപയായിട്ടുണ്ടാവും 3,40,000. ഇത് TVS. ഇപ്പോൾ ചേട്ടൻ നേരത്തെ TVS തന്നെയാണോ അതോ ആപ്പയായിരുന്നു? ഇതിപ്പോൾ എന്തെങ്കിലും റേഞ്ച് വ്യത്യാസം കൂടുതലുള്ളതുകൊണ്ടാണോ? എത്ര ഒരു 180 അടുത്ത് നമുക്ക് വരുന്നുണ്ടല്ലേ? പിന്നെ നമുക്ക് യാത്രാസുഖമൊക്കെ കംഫർട്ടായിരിക്കും അല്ലേ? EV Max എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. നമുക്ക് 3,40,000 രൂപ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓട്ടോയിൽ. ചേട്ടൻ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള വർക്ക്? സ്റ്റിക്കർ വർക്കും ചെറിയൊരു എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്രീനിൽ എന്താ എഴുതുന്നത്? നമ്പർ. ഗ്രീനിലെ നമ്പറും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പഞ്ചിങ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, നമ്മുടെ സൈഡിൽ എഴുതാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ വന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നമ്മുടെ സ്റ്റാൻഡിൽ ഇത് മാത്രമാണ് ഇപ്പോൾ ആദ്യമായിട്ട് വരുവാണല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ചെയ്യാനുണ്ടല്ലോ ചേട്ടാ, നമ്മൾ മേളിൽ റെക്സിൻ്റെ വർക്ക് ഇനിയിപ്പോൾ അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽ കൂടി നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് പോയപ്പോൾ കണ്ടപ്പോൾ ഇന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ ചേട്ടാ. ഒരു ഫ്രെയിം ചെയ്യുന്നതിന് മാത്രം നമുക്ക് 12,000 രൂപ അഡീഷണലായി. ഓക്കെ. ഇപ്പോൾ റെക്സിം വർക്ക് ആണെങ്കിലും ചെന്നാലേ അറിയുള്ളൂ. അപ്പോൾ റെക്സിം വർക്കിൻ്റെ എമൗണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതേപോലെ വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് മാത്രം നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ 12,000 രൂപ കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ കമ്പിയും കാര്യങ്ങളും പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചതിന്. ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പുള്ളി അത് വിട്ടുപോയിട്ടുണ്ട്. നമുക്കൊരു 370 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടോട്ടൽ വില വരുന്നത്. പിന്നെ നമുക്ക് റേഞ്ച് വരുന്നത് ഏകദേശം ഒരു 270 ആണോ 260 ആണോ ചേട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽ കൂടി കാണാം. നമുക്ക് ഇതിൻ്റെ റെക്സിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് പുറകെ കാണാവേ. എഴുതിയായിരുന്നു കേട്ടോ, കണ്ടോ നമ്പർ പ്ലേറ്റും പിന്നെ അതേപോലെ മേളിൽ മറ്റേ സ്റ്റിക്കർ വർക്ക്. ഇതൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. കരിയിലെന്നും പറഞ്ഞ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ലക്ഷ്മി രാജപ്പൻ എന്ന് പറഞ്ഞൊരു ലെറ്ററിങ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സംഭവം ഒരു വേറൊരു ഡിസൈനാണ് കേട്ടോ. ഇത് ക്രോം പോലത്തെ അല്ല. അപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പം ഇതിൻ്റെ റെക്സിങ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇടാം. നമ്മുടെ ചേട്ടൻ്റെ കടയാണ് ഇത് കണ്ടോ. നമ്മൾ സാധാരണ എടുക്കുന്ന കടയാണ്.
അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞായിരുന്നല്ലോ. ഓൾമോസ്റ്റ് 375 380 കണ്ടാണ് പറഞ്ഞത്. ഇത് ഡോറൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കിനിപ്പോൾ പുറകെ പറയാം. ഇവിടെയൊക്കെ ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളും, പിന്നെ ഒരു ഡാഷ്ബോർഡ്, പിന്നെ നമുക്ക് ഇവിടെ ഒരു വെള്ളം വെക്കാവുന്ന സെറ്റപ്പും കാര്യങ്ങളും, പിന്നെ ബ്രേക്ക്, ഫ്യൂവല്, പിന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഡിജിറ്റലാണ് കേട്ടോ. സ്മാർട്ട് ഇലക്ട്രിക്കിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 സ്പീക്കർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ വല്ല സ്പേസ്, ഇവിടെ ബാറ്ററി വരുന്നുണ്ട്. ബാക്കിൽ ബാറ്ററി വരുന്നു. ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു മീറ്റർ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ മാറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ബാക്കിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പെയർ ടയർ വരുന്നത്. ഇവിടെയാണ് സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ TVS, പിന്നെ ആദ്യം ഹർഷ, ഹരിപ്രിയ അങ്ങനെയുള്ള ലെറ്ററിംഗ് ഒക്കെ നമ്മൾ എഴുതണം കണ്ടില്ല, അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ EV നമുക്ക് ഇവിടെയൊക്കെ ഒരു പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് EVയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കേട്ടോ, ഒരു സ്പോർട്ടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ റെക്സിംഗ് വർക്കും കഴിഞ്ഞിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അത്യാവശ്യം റെക്സിം വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇവിടെയൊക്കെ വേറൊരു റെക്സിം വർക്കാണ്. ഇത് പുതിയതാണല്ലോ ഏട്ടാ. ഇത് രണ്ടും 2 ടൈപ്പാണോ? ഇത് ബ്ലാക്ക്, ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്ത് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും ചേട്ടാ ഇത് രണ്ടും കൂടി? റെക്സിം വർക്ക് മാത്രം 10,000 രൂപ അടുത്തായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു നോർമൽ പുതിയൊരു വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കാൻ ചേട്ടാ. ഇത് ഫുൾ വർക്കും കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ. ഈ ഒരു ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റെക്സിൻ്റെ ഇവിടെയൊക്കെ ഒരു ക്രോം പോലെയായിരുന്നു വന്നത്. ഇപ്പോൾ ബ്ലാക്കാണ് കേട്ടോ. ഫുള്ള് ബ്ലാക്കും അതിൻ്റെ ഉള്ളിലൊരു ബീഡിങ് പോലത്തെ ഒരു ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. നേരത്തേക്ക് ഒരു ക്രോം പോലത്തെ ടൈമായിരുന്നു. ഇവിടെയൊക്കെ ഒരു മാറ്റ് പോലെയൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു 10,000 രൂപ അടുത്തായിട്ടുണ്ട് കേട്ടോ റെക്സിം വർക്ക് മാത്രമായിട്ട്.